ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ക്ഷയം പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുന്ന രോഗമാണ്. എന്നാൽ രോഗശമനം സാധ്യമാക്കേണ്ട ചികിത്സാ കേന്ദ്രം തന്നെ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള ജില്ലാ ക്ഷയരോഗ കേന്ദ്രമാണ് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെയും നവീകരണം നടത്താതെയും നശിക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പട്ടികജാതിക്കാരന്റെ ഭൂമി കയ്യേറിയതിൽ പട്ടികജാതി വർഗ ഐക്യവേദി പ്രതിഷേധിച്ചു. പീഡന നിയമപ്രകാരം പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യം. ടി.പി. ചന്ദ്രശേഖരന്റെ സ്മൃതി മണ്ഡപം തകർത്തത് സിപിഎമ്മിന്റെ അടങ്ങാത്ത പകമൂലമെന്ന് കെ രമ. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സൌകര്യങ്ങളും സംവിധാനങ്ങളുമില്ല. ജില്ലാ ക്ഷയരോഗ ആശുപത്രി അന്ത്യശ്വാസം വലിക്കുന്നു. ക്ഷയരോഗ ചികിത്സ അവതാളത്തിൽ. വാർത്തകൾ വിശദമായി. RMP നേതാവായിരുന്ന ടി.പി. ചന്ദ്രശേഖരന്റെ സ്മൃതി മണ്ഡപത്തിനു നേരെ വീണ്ടും ആക്രമണം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. സ്മൃതി മണ്ഡപത്തിന് മുകളിൽ സ്ഥാപിച്ച ടി.പിയുടെ ഫോട്ടോയും നശിപ്പിക്കപ്പെട്ടു. സിപിഎമ്മിന്റെ അടങ്ങാത്ത പകയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് RMP നേതാവ് കെ രമ ആരോപിച്ചു. RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരന്റെ വള്ളിക്കാട്ടുള്ള സ്മൃതി മണ്ഡപത്തിന് നേരെ വീണ്ടും ആക്രമണം. സ്തൂപത്തിനു മുകളിൽ സ്ഥാപിച്ചിരുന്ന ചന്ദ്രശേഖരന്റെ ഫോട്ടോ അക്രമികൾ നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഫോട്ടോ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വർഷം ഇത് രണ്ടാം തവണയാണ് സ്മൃതി മണ്ഡപത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആഗസ്റ്റിലുണ്ടായ ആക്രമണത്തിൽ സ്തൂപത്തിനു മുകളിൽ സ്ഥാപിച്ചിരുന്ന നക്ഷത്രവും ബോർഡും നശിപ്പിച്ചിരുന്നു. അതിനു പകരം സ്ഥാപിച്ചിരുന്ന ഫോട്ടോയാണ് ഇപ്പോൾ തകർത്തത്. കഴിഞ്ഞ തവണ സ്തൂപം തകർത്തതിനു ശേഷം ഇവിടെ സ്ഥിരമായി പോലീസ് കാവൽ ഏർപ്പെടുത്തുമെന്നും CCTV ക്യാമറ സ്ഥാപിക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. സിപിഎമ്മിന്റെ അടങ്ങാത്ത പകയാണ് അക്രമത്തിന് പിന്നിലെന്ന് RMP നേതാവ് കെ രമ ആരോപിച്ചു. സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് പ്രദേശത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പേരിനെ അനർത്ഥമാക്കും വിധം ക്ഷയിച്ചു തീരുകയാണ് കോഴിക്കോട്ടെ ക്ഷയരോഗ ആശുപത്രി. ആയിരക്കണക്കിന് രോഗികൾക്ക് വർഷങ്ങളായി ആശ്വാസം നൽകുന്ന ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് രോഗികളും ജീവനക്കാരും. ശ്രുതി തിരുവമ്പാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലബാറിലെ രോഗികളുടെ ആശ്രയകേന്ദ്രമാണ് 37 വർഷം പിന്നിടുന്ന ജില്ലാ ക്ഷയരോഗ കേന്ദ്രം. ഇതിന്റെ ഇന്നത്തെ അവസ്ഥയൊന്ന് കാണാം. കോഴിക്കോട്ടെ പ്രധാന ആരോഗ്യ കേന്ദ്രമാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള ജില്ലാ ക്ഷയരോഗ കേന്ദ്രം. മലബാറിലെ രോഗികൾ പ്രധാനമായും ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് ഇവിടെയാണ്. അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെയും നവീകരണം നടത്താതെയും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ സ്ഥാപനം. 40 വർഷം പിന്നിടുമ്പോഴും വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടന്നില്ല എന്ന് വേണം പറയാൻ. ക്ഷയരോഗ കേന്ദ്രത്തിനു ചുറ്റും കുറ്റിക്കാട്, മഴയും വെയിലും ഒരുപോലെ പതിക്കുന്ന മേൽക്കൂര, ഇടയ്ക്കിടെ പ്രവർത്തനരഹിതമാകുന്ന എക്സ്റേ യൂണിറ്റ് അടക്കമുള്ള അനുബന്ധ സംവിധാനങ്ങൾ, സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ലാതെ ഒതുങ്ങിയ മുറിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന ലാബ് ഉപകരണങ്ങൾ. ഇതാണ് കാലങ്ങളായി ഈ കേന്ദ്രത്തിലെ അവസ്ഥ. ഈ ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തില് കുറെ വർഷങ്ങളായി, കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി ഫണ്ടുകളുടെ അപര്യാപ്തതയും മറ്റ് പല കാരണങ്ങളും കൊണ്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ക്ഷയരോഗ കേന്ദ്രം എന്ന പേരുകാരണവും ഇവിടെ എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റ് ആശുപത്രികളിലെ പേരുകളിൽ വന്ന പുതിയ മാറ്റങ്ങളാണ് ഈ ആശുപത്രിക്ക് തിരിച്ചടിയായത്. ഇത് ജില്ലാ ക്ഷയരോഗ കേന്ദ്രം എന്ന പേര് മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു പൊതു സ്വീകാര്യതയുള്ള ഒരു പേരാക്കി മാറ്റുവാൻ വേണ്ടി ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ജില്ലയിലെ 6 ക്ഷയരോഗ യൂണിറ്റുകളുടെ ആസ്ഥാനമാണ് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ക്ഷയരോഗ കേന്ദ്രം. മറ്റ് കേന്ദ്രങ്ങളായ മുക്കം, വടകര മെഡിക്കൽ കോളേജ്, ബാലുശ്ശേരി, കൊയിലാണ്ടി എന്നിവയുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കേണ്ട ജില്ലാ കേന്ദ്രമാണ് ഇല്ലായ്മകൾക്ക് നടുവിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. 17 വർഷത്തെ പഴക്കമാണ് ഇവിടുത്തെ എക്സ്റേ യൂണിറ്റിനുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പ്രവർത്തനം നിലയ്ക്കുന്നത് ജീവനക്കാരെയും രോഗികളെയും ഒരുപോലെ വെട്ടിലാക്കുന്നു.
വ്യക്തത കൂടിയതും റേഡിയേഷൻ കുറഞ്ഞതുമായ ഡിജിറ്റൽ എക്സ്റേ സംവിധാനത്തിനു പകരം ഇവിടെയുള്ളത് കാലപ്പഴക്കം ചെന്ന എക്സ്റേ യൂണിറ്റാണ്. ഇക്കാരണത്താൽ പല രോഗികൾക്കും തങ്ങളുടെ ചികിത്സ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവിടുത്തെ എക്സ്റേ യൂണിറ്റ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന രോഗികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഇത് ബീച്ച് ഹോസ്പിറ്റലിലെ എക്സ്റേ യൂണിറ്റിലേക്ക് അയച്ചുകൊണ്ടാണ് ഇപ്പം രോഗികൾ എക്സ്റേ എടുക്കുന്നത്. അപ്പം അത് രോഗികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ജില്ലാ കേന്ദ്രത്തിൽ രോഗികൾക്ക് വിശ്രമിക്കാൻ പ്രത്യേകം മുറികളില്ല. ആകെയുള്ള ഹാളിൽ തന്നെ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ലാബ് ഉപകരണങ്ങൾ ചാക്കുകളിലായി കൂട്ടിയിട്ടിരിക്കുന്നു. ജില്ലയിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായ ഉപകരണങ്ങളാണ് ഇത്തരത്തിൽ സുരക്ഷിതമല്ലാതെ വെച്ചിരിക്കുന്നത്. ഓരോ മാസവും മറ്റു യൂണിറ്റുകളിലെ ജീവനക്കാർക്ക് ക്ഷയരോഗ നിവാരണ പരിശീലനം നൽകേണ്ടത് കോഴിക്കോട് ആസ്ഥാനമായ ക്ഷയരോഗ കേന്ദ്രമാണ്. ഇവിടെ ഡോക്ടർമാർ ക്ലാസുകൾ നൽകാൻ സന്നദ്ധരാണെങ്കിലും ആവശ്യത്തിന് സൌകര്യങ്ങളില്ലാത്തത് ഇവരെയും പൊല്ലാപ്പിലാക്കുന്നു. മെച്ചപ്പെട്ട സേവനം കൊടുക്കുവാൻ ഇതിന്റെ അപര്യാപ്തതകളെല്ലാം എത്രയും വേഗം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സർക്കാരിലേക്കും അതേപോലെ ഔദ്യോഗികമായ എല്ലാ ആളുകൾക്കും ഇതിന്റെ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിലെങ്കിലും ഇതെല്ലാം ശരിയാകുമെന്നാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജീവനക്കാരുൾപ്പെടെയുള്ളവരുടെ പ്രതീക്ഷ. രോഗികൾക്കും രോഗികളുടെ കൂടെയുള്ളവർക്കും ഇരിക്കാൻ ഇവിടെ ഏതാനും മരബെഞ്ചുകൾ മാത്രമാണുള്ളത്. 2 നെഞ്ചുരോഗ വിദഗ്ധന്മാരും സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസറും സീനിയർ TB ലാബ് സൂപ്പർവൈസറും അടക്കം 28 സ്ഥിരം ജീവനക്കാരും 30 കരാർ ജീവനക്കാരുമാണ് ഇവിടെയുള്ളത്. ഡോക്ടർമാർക്ക് ചികിത്സിക്കാനോ ആവശ്യത്തിന് മുറികളോ ഇവിടെയില്ലെന്ന് ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു. അടിസ്ഥാന സൌകര്യം കുറയുന്നതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ പറയാനുള്ളത് പതിവ് കാരണം ഫണ്ടില്ല എന്നതുതന്നെ. ദേശീയ ഗ്രാമീണാരോഗ്യ മിഷൻ വഴി കേന്ദ്ര സർക്കാരിന്റെ സഹായം എത്തുന്നതിലെ അപാകതയാണ് ഇവിടെ അസൌകര്യങ്ങൾക്ക് കാരണം. നെഞ്ചു സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ലഭ്യമാക്കേണ്ട കോഴിക്കോട്ടെ ജില്ലാ ക്ഷയരോഗ കേന്ദ്രമാണ് ഇന്ന് അധികൃതരുടെ അനാസ്ഥയാലും ഫണ്ടില്ല എന്ന പതിവ് പല്ലവിയാലും നശിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമേഖലയിൽ ഫണ്ടുകൾ ചിലവഴിക്കുന്ന സർക്കാർ ഇനിയെങ്കിലും തങ്ങളുടെ കണ്ണുകൾ തുറന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ജഷാദ് അച്ചുവിനോടൊപ്പം ശ്രുതി തിരുവമ്പാടി, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. ചാത്തമംഗലം പഞ്ചായത്തിലെ പട്ടികജാതിക്കാരനായ കുഞ്ഞന്റെ ഭൂമി തട്ടിയെടുക്കുകയും അനധികൃതമായി മരം മുറിച്ചു കടത്തുകയും ചെയ്ത മൂസക്കുട്ടി ഹാജിയെയും അതിന് കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം മൂലം കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് പട്ടികജാതി വർഗ ഐക്യവേദി സംസ്ഥാന ചെയർമാൻ ഐത്തിയൂർ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സെന്റിന് 5 ലക്ഷത്തോളം വില വരുന്ന കുഞ്ഞന്റെ സ്ഥലം തിരിച്ചു പിടിച്ചു നൽകണമെന്നും പട്ടികജാതി വർഗ ഐക്യവേദി വാർത്താസമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതിന്റെ 43.4 സ്ഥലമാണ് അവിടെ ഉള്ളത്. ആ സ്ഥലത്ത് അദ്ദേഹവും കുടുംബവും മക്കളൊക്കെ ആയിട്ട് കൃഷി ചെയ്ത് അങ്ങനെ ജീവിക്കുമ്പോൾ ഈ മുഹമ്മദിന്റെ മകൻ മൂസക്കുട്ടി ഹാജിയാരാണ് ഈ സ്ഥലം തട്ടിയെടുക്കാൻ കൂട്ടുനിന്നത്. അദ്ദേഹം കാരണം ഈ കുഞ്ഞന്റെയും ഈ മൂസക്കുട്ടിയുടെയും സ്ഥലത്തിന്റെ അതിരോട് ചേർന്നുള്ള ഒരു ഓട്ടോറിക്ഷ പോകുന്ന ഒരു ഇടവഴി ഉണ്ടായിരുന്നു. ആ ഇടവഴി കുറെ ഗുണ്ടകളുമായി വന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ചേർന്ന് ബലാത്കാരമായി പൊളിച്ചു മാറ്റി അത് കുറെ കൂടെ താഴെയാക്കിയിട്ട് ചാലാക്കി മാറ്റിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം പഞ്ചായത്തിൽ 13-ാം വാർഡായ വെള്ളലശ്ശേരി മഴുക്കാവിൽ തനിയൻ മകൻ കുഞ്ഞന്റെ 30 സെന്റ് സ്ഥലം കയ്യേറി ആഞ്ഞിലി, തേക്ക്, പ്ലാവ്, പറങ്കിമാവ്, മാവ്, തെങ്ങ് തുടങ്ങി 5 ലക്ഷം രൂപ വില വരുന്ന 50ഓളം മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. വെള്ളലശ്ശേരി എരഞ്ഞിക്കൽ വീട്ടിൽ മൂസക്കുട്ടി ഹാജിയാണ് പട്ടികജാതിക്കാരുടെ ഭൂമി ഗുണ്ടകളെ ഉപയോഗിച്ച് കയ്യേറി കൊടും പീഡനവും അക്രമവും നടത്തിയത് എന്ന് പട്ടികജാതി വർഗ ഐക്യവേദി സംസ്ഥാന ചെയർമാൻ ഐത്തിയൂർ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ SI-മാരായ ഗണേഷ് കുമാർ, ജേക്കബ് എന്നിവരുടെയും പോലീസുകാരുടെയും നേതൃത്വത്തിലാണ് നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത്തരത്തിൽ പട്ടികജാതിക്കാരായ കുഞ്ഞിനെയും മക്കളെയും ഭീഷണിപ്പെടുത്തി സ്ഥലം ഗുണ്ടകളെ ഉപയോഗിച്ച് കയ്യേറുകയും ലക്ഷക്കണക്കിന് മരങ്ങൾ മുറിച്ചു മാറ്റുകയും കുഞ്ഞന്റെ അതിരിലൂടെ ഉണ്ടായിരുന്ന ഇടവഴി പൊളിച്ചു കളയുകയും ജാതി വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്ന മൂസക്കുട്ടി ഹാജിയുടെയും ഗുണ്ടകളും ബന്ധുക്കളുമായ അഷ്റഫ്, സലാം പാറക്കണ്ടി, സൽമാൻ, പുതിയടത്തിൽ അഷ്റഫ് എന്നിവരുടെ പേരിലും ഇതിനു കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലും 1989 പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം മൂലം കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ജനാധിപത്യവേദി കോഴിക്കോട് ജില്ലാ കൺവീനർ ലാൽ കിഷോറിന് നേരെ ആക്രമണം. പരിക്കേറ്റ ലാൽ കിഷോറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വോട്ട് ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമായിരുന്നു മർദ്ദനമേറ്റത്. അത്തോളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജനാധിപത്യവേദി ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് സി ലാൽകിഷോറിന് മർദ്ദനമേറ്റു. കഴുത്തിനും കാലിനും പരിക്കേറ്റ ഇദ്ദേഹത്തെ ആദ്യം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. വോട്ട് രേഖപ്പെടുത്തി തിരിച്ചെത്തിയ ലാൽകിഷോറിനെ ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വീട്ടിൽ വെച്ച് എൻ്റെ ഭാര്യയുടെയും എൻ്റെ അച്ഛൻ്റെയും കുട്ടികളുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഒരു കാരണമില്ലാതെ അടിക്കുകയായിരുന്നു. സത്യത്തിൽ ഇത് ഇനിയും ഞങ്ങൾ തിരുത്തില്ലെന്നും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എൻ്റെ വീട് വിറ്റ് പോകേണ്ടി വരും, നീ ഇവിടെ വായിക്കില്ല എന്നൊക്കെയുള്ള നിലയിൽ തികച്ചും ഭീഷണി ഉയർത്തുകയും. പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചതായി അത്തോളി പോലീസ് അറിയിച്ചു. SFI സംസ്ഥാന നേതാവും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ലാൽ കിഷോർ TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷമാണ് ജനാധിപത്യവേദി രൂപവൽക്കരിച്ച് പ്രവർത്തനം നടത്തിയത്. KS ബിമലായിരുന്നു ജനാധിപത്യവേദിയുടെ ജില്ലാ ചെയർമാൻ. ഭക്ഷണത്തോടുള്ള ബഹുമാനം അത് ഉൽപ്പാദിപ്പിക്കുന്നവരോടും കാണിക്കുക എന്ന സന്ദേശം വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പച്ചക്കറി കൃഷി വ്യാപന അടുക്കളത്തോട്ടം ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. പഴയകാല കൃഷിരീതികളും ശൈലികളും ഉപകരണങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നതുകൂടിയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. താളപൂട്ടി നിലമൊരുക്കി വിത്തെറിഞ്ഞ് വളമിട്ട് വളർത്തി വിളവെടുക്കുന്ന ഒരു കാർഷിക പാരമ്പര്യത്തെ ഇന്നത്തെ തലമുറയിലേക്ക് എത്തിക്കുക എന്ന സർക്കാർ കാർഷിക വകുപ്പിന്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി ജില്ലയിലെ വിദ്യാലയങ്ങൾ ഒരുങ്ങുകയാണ്. സമഗ്ര പച്ചക്കറി കൃഷി വ്യാപനത്തിന്റെ ഭാഗമായാണ് സ്കൂളുകളിൽ അടുക്കളത്തോട്ടം ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചെലവൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രക്ഷാകർതൃ സമിതിയുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ 10 സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കാളപൂട്ടി നിലമൊരുക്കൽ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു. അടുക്കളത്തോട്ടം എന്നുള്ളൊരു പദ്ധതി, അതായത് ഒരു 10 സെന്റിലെ പച്ചക്കറി കൃഷി, ഒരു കാർഷിക ക്ലബ്ബൊക്കെ രൂപീകരിച്ച് കൃഷിയുടെ എല്ലാ മേഖലകളും, അത് നിലമൊരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള എല്ലാ സാഹചര്യങ്ങളും കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് സർക്കാർ ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. ഇതുവഴി കുട്ടികൾക്ക് തങ്ങൾ കഴിക്കുന്ന പച്ചക്കറി എവിടെ, എങ്ങനെ, ആര് ഉണ്ടാക്കുന്നു, അതെങ്ങനെ നമ്മുടെ കൈകളിൽ എത്തുന്നു, അതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ, വിഷമങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നതിനും ഭക്ഷണത്തോട് ബഹുമാനവും അത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒരു പങ്കാളിത്തവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. കോഴിക്കോട് 51 സ്കൂളുകളിലാണ് സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നത്. കോർപ്പറേഷനിൽ 15 സ്കൂളുകളിലാണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി ഐശ്വര്യ വാര്യരുടെ മാതാ ഗംഗെ പ്രണമാമ്യഹം മോഹിനിയാട്ടം ദൃശ്യാവിഷ്കാരം നവംബർ 5-ന് രസവികൽപ്പം വേദിയിൽ നടക്കും. നിരവധി അവാർഡുകൾക്ക് അർഹയായ ഐശ്വര്യ വാര്യർ ദൂരദർശൻ A ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ന്യൂ പ്രൊഡക്ഷൻ ഇൻ മോഹിനിയാട്ടം. ഇറ്റ് ഈസ് ടൈറ്റിൽഡ് മാതാ ഗംഗെ പ്രണമാമ്യഹം. Mohiniyattam has always been a language for me to communicate. And I communicate what touches my heart. ജന്മം കൊണ്ട് കോഴിക്കോട്ടുകാരിയാണെങ്കിലും തന്റെ കർമ്മഭൂമി ഗുജറാത്തിലെ ബറോഡ ആണെന്ന് ഐശ്വര്യ വാര്യർ പറഞ്ഞു. കേരളത്തിലെ തനത് കലയായ മോഹിനിയാട്ടം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രവാസി കലാശ്രീ അവാർഡ്, ഡൽഹി കൾച്ചറൽ ഫോറത്തിന്റെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, മോഹിനിയാട്ടം റിസർച്ച് സ്കോളർ, ദൂരദർശന്റെ A ഗ്രേഡ് ആർട്ടിസ്റ്റ് തുടങ്ങിയവ കലാജീവിതത്തിലെ ചില നേട്ടങ്ങൾ മാത്രമാണ്. തന്റെ മാതാ ഗംഗെ പ്രണമാമ്യഹം എന്ന മോഹിനിയാട്ടം ദൃശ്യാവിഷ്കാരം നവംബർ 5-ന് രസവികൽപ്പം വേദിയിൽ നടക്കുമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. മാത്തോട്ടത്ത് 2 വോട്ട് കാണാതായി. കോഴിക്കോട് കോർപ്പറേഷൻ 53-ാം ഡിവിഷനിലെ 4-ാം ബൂത്തിൽ രേഖപ്പെടുത്തിയ 2 വോട്ടുകളാണ് വോട്ടിംഗ് യന്ത്രം സീൽ ചെയ്യാൻ പരിശോധിക്കുമ്പോൾ കുറവ് കണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസർ രേഖാമൂലം എഴുതി നൽകിയ ശേഷമാണ് വോട്ടിംഗ് യന്ത്രം സീൽ വെച്ചത്. മാത്തോട്ടം സലഫി സ്കൂളിലെ 53-ാം ഡിവിഷനിൽ 4-ാം ബൂത്തിൽ രേഖപ്പെടുത്തിയ 2 വോട്ടുകൾ കാണാതായി. വോട്ടെടുപ്പ് പൂർത്തിയാക്കി യന്ത്രം സീൽ ചെയ്യാൻ പരിശോധിച്ചപ്പോഴാണ് എണ്ണക്കുറവ് കാണപ്പെട്ടത്. ആകെ 965 വോട്ടർമാരുള്ള ബൂത്തിൽ 654 പേർ വോട്ട് ചെയ്തതായാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും ഏജന്റുമാരുടെയും കൈവശമുള്ള കണക്ക്. എന്നാൽ 652 വോട്ടുകൾ മാത്രമാണ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 562 വോട്ടുകൾ മാത്രമാണ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തർക്കം വന്നതോടെ 2 വോട്ടുകൾ കുറവാണെന്ന് പോളിംഗ് ഏജന്റുമാർക്ക് പ്രിസൈഡിംഗ് ഓഫീസർ രേഖാമൂലം എഴുതി നൽകിയ ശേഷമാണ് യന്ത്രം സീൽ ചെയ്തത്. പോളിംഗ് ബൂത്തിലെത്തിയ ഒരു സ്ത്രീ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന സംശയവുമുണ്ട്. വോട്ട് ചെയ്യാനെത്തിയ 2 പേരെങ്കിലും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പാലിക്കാതെ ബാലറ്റ് യൂണിറ്റിൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടാകുമെന്നാണ് നിഗമനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ വർധന. കോഴിക്കോട് കോർപ്പറേഷനിൽ 74.93% പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ 2-ാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം 7-ന് ശനിയാഴ്ച നടക്കും. ഉച്ചനേരത്തെ മഴ മാത്രമാണ് ജനങ്ങളെ അല്പം ആശങ്കയിലാഴ്ത്തിയത്. എന്നാലും വോട്ടുകൾ ചെയ്യാൻ അതൊരു തടസ്സമായിരുന്നില്ല. ജില്ലയിൽ 77.64% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിനേക്കാൾ നേരിയ വർധനയാണ് ഇപ്രാവശ്യമുണ്ടായത്. കോർപ്പറേഷനിൽ 74.93% പേർ വോട്ട് രേഖപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 81.1%, നഗരസഭകളിലായി 82.37% പേരും വോട്ട് രേഖപ്പെടുത്തി. കൊയിലാണ്ടി 82.16%, വടകര 79%, പയ്യോളി 82.1%, കൊടുവള്ളി 86%, മുക്കം 84.75%, രാമനാട്ടുകര 82.71%, ഫറൂഖ് 81.13% പേർ വോട്ട് രേഖപ്പെടുത്തി. പഞ്ചായത്തുകളിൽ 80.63% പോളിംഗ് ശതമാനം. രാവിലെ മന്ദഗതിയിൽ ആരംഭിച്ച പോളിംഗ് പിന്നീട് ക്രമാനുഗതമായി ഉയർന്നു. വോട്ടിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. കുറ്റ്യാടി മേഖലയിൽ തെരഞ്ഞെടുപ്പ് സമയം കഴിഞ്ഞ ശേഷം ചെറിയ ചില വാക്കുതർക്കങ്ങളും ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളും ഉണ്ടായി. 2 മേഖലകളിലും ഏറെക്കുറെ എല്ലായിടത്തും ഇത്തവണ UDF, LDF മുന്നണികൾക്ക് പുറമെ BJPയുടെ സജീവ സാന്നിധ്യവും ശ്രദ്ധിക്കപ്പെട്ടു. ഇടതു വലതു ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളിലെല്ലാം ഇത്തവണ ശക്തമായ മത്സരമാണ് നടന്നതെന്നതിന് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലെ പാർട്ടി പ്രവർത്തകരുടെ ശക്തമായ സാന്നിധ്യം തെളിവായിരുന്നു. പോലീസിന്റെ ശക്തമായ സാന്നിധ്യവും ഇടപെടലും വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ സമാധാനപരമായ വോട്ടെടുപ്പിന് കളമൊരുക്കി. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് ബൂത്ത് ഏജന്റുമാർ ഒഴികെയുള്ള പാർട്ടി പ്രവർത്തകരെ പോലീസ് യഥാസമയം ഇടപെട്ട് മാറ്റി നിർത്തിയത് സമാധാനപരമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്താൻ സഹായകമായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പോളിംഗാണ് ഇത്തവണ ഉണ്ടായത്. ജില്ലയിൽ 77.64% പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. UDF, LDF മുന്നണികൾക്ക് പുറമെ BJPയുടെ സജീവ സാന്നിധ്യവും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ 77.64% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വടകര മുനിസിപ്പാലിറ്റിയിൽ 79.8%, കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ 82.23%, പയ്യോളിയിൽ 82.15%, രാമനാട്ടുകര 82.71%, കൊടുവള്ളിയിൽ 86%, മുക്കത്ത് 84.75%, ഫറോക്കിൽ 81.13% രേഖപ്പെടുത്തി. വടകര ബ്ലോക്കിൽ 80.53%, തൂണേരിയിൽ 78%, കുന്നുമ്മലിൽ 78%, തോടന്നൂരിൽ 82.70%, മേലടിയിൽ 83.83%, പേരാമ്പ്രയിൽ 80%, ബാലുശ്ശേരിയിൽ 83%, പന്തലായനി 82.20%, ചേളന്നൂർ 86.02%, കൊടുവള്ളിയിൽ 75.60%, കുന്നമംഗലത്ത് 81.60%, കോഴിക്കോട്ട് 82.23% എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. ഇടതു വലത് ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളിലെല്ലാം ഇത്തവണ ശക്തമായ മത്സരമാണ് നടന്നത്. ഇരു മുന്നണികൾക്ക് പുറമെ BJPയുടെ സജീവ സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു. വെൽഫെയർ പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, സ്വതന്ത്രമാർ എന്നിവരും തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലെത്തിച്ചു.
ചിലയിടങ്ങളിൽ വൈകിട്ടോടെ വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിരയും പ്രത്യക്ഷമായിരുന്നു. അറിയിപ്പുകൾ. അംശാദായ കുടിശ്ശിക വന്ന് അംഗത്വം റദ്ദായ ലോട്ടറി ക്ഷേമനിധി അംഗങ്ങൾ കുടിശ്ശിക കാലയളവിൽ നിർദ്ദിഷ്ട തുകയ്ക്കുള്ള ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ നവംബർ 1 മുതൽ 30 വരെ പിഴയോടുകൂടി അംശാദായ അംഗത്വം പുനഃസ്ഥാപിക്കണമെന്ന് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ അറിയിക്കുന്നു. NITയിലെ സ്കൂൾ ഓഫ് ബയോടെക്നോളജിയിൽ പ്രോജക്റ്റിൽ താൽക്കാലിക പ്രോജക്ട് ഫെലോയുടെ ഒഴിവുണ്ട്. വാക്കിൻ ഇന്റർവ്യൂ നവംബർ 9 രാവിലെ 9:30. വിശദവിവരങ്ങൾക്ക് www.nitc.ac.in സന്ദർശിക്കുക. കാലിക്കറ്റ് സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി നവംബർ 18 വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വാഴ്സിറ്റി വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടികജാതിക്കാരന്റെ ഭൂമി കയ്യേറിയതിൽ പട്ടികജാതി വർഗ ഐക്യവേദി പ്രതിഷേധിച്ചു. പീഡന നിയമപ്രകാരം പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യം. TP ചന്ദ്രശേഖരന്റെ സ്മൃതി മണ്ഡപം തകർത്തത് CPMന്റെ അടങ്ങാത്ത പക മൂലമെന്ന് KK രമ. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സൗകര്യങ്ങളും സംവിധാനങ്ങളുമില്ല. ജില്ലാ ക്ഷയരോഗ ആശുപത്രി അന്ത്യശ്വാസം വലിക്കുന്നു. ക്ഷയരോഗ ചികിത്സ അവതാളത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, indivisible, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.